ഭൂമി പരന്നതാണ് എന്ന് പണ്ടത്തെ ആളുകൾ ശരിക്കും വിശ്വസിച്ചിരുന്നു. നമ്മുടെ യുക്തിവാദികൾക്കിടയിൽ കത്തോലിക്കാ സഭയെക്കുറിച്ച് അത്തരമൊരു ആരോപണം നിലവിലുണ്ട്. ഭൂമി പരന്നതാണ് എന്നാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്കാ സഭ പഠിപ്പിച്ചിരുന്നത്. വേദപുസ്തകത്തിന് വിരുദ്ധമായതുകൊണ്ട് ഭൂമി ശരിക്കും ഒരു ഗോളമാണ് എന്ന് തിരുത്താൻ ശ്രമിച്ച ഗലീലിയോ, കോപ്പർനിക്കസ്, ബ്രൂണോ മുതലായവരെ സഭ ഉപദ്രവിച്ചു എന്നൊക്കെ ബുദ്ധിജീവികൾ വെച്ചു കാച്ചാറുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഭൂമി ഒരു ഗോളമാണെന്ന് പണ്ടുമുതലേ അല്പസ്വല്പം വായിച്ചറിവുള്ളവർക്കൊക്കെ അറിവുള്ള കാര്യമായിരുന്നു എന്നതാണ് സത്യം. ആ ഒരു ധാരണയില്ലാതെ കടൽയാത്ര ഏറെക്കുറെ അസാധ്യമാണ്. കടൽയാത്രക്കാർക്ക് ഭൂമി പരന്നതോ ഉരുണ്ടതോ എന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു ജീവൻ മരണ പ്രശ്നമായിരുന്നു. ഭൂമി വലിയൊരു ഗോളമാണ് എന്ന ബോധ്യമില്ലെങ്കിൽ ദൂരയാത്രകളിൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി കടലിൽ സ്വന്തം സ്ഥാനം നിർണ്ണയിക്കുന്നത് അസാധ്യമാകും. പരന്ന ഭൂമിയുടെ മാപ്പുകൾക്ക് കൃത്യതയുണ്ടാകില്ല. കൂടുതൽ അകലേക്ക് പോകും തോറും മാപ്പുകളുടെ കൃത്യത കുറഞ്ഞുവരും. അവരൊന്നും കടൽയാത്ര ചെയ്ത് ലോകത്തിന്റെ പല ഭാഗത്തും എത്തുമായിരുന്നില്ല. നമ്മുടെ പൂർവികർ കടൽയാത്ര ചെയ്ത് എല്ലായിടത്തും എത്തിയിരുന്നു എന്നത് തന്നെ അവർക്ക് ഭൂമി ഒരു ഗോളമായിരുന്നു എന്ന് ബോധ്യമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. പുരാതന കാലത്തു തന്നെ അരിസ്റ്റോട്ടിൽ, ഇരാറ്റോസ്തനീസ്, അരിസ്റ്റാർക്കസ്, ടോളമി, മുതിർന്ന പ്ലിനി, പോംബോണിയസ് മേള, മാക്രോബിയസ് മുതലായവരൊക്കെ ഭൂമി ഒരു ഗോളമാണ് എന്ന വ്യക്തമായ ധാരണയുള്ളവരായിരുന്നു. ഇവരിൽ പലരുടെയും ഈ നിഗമനം ഭാഗികമായെങ്കിലും തത്വശാസ്ത്രപരമായിരുന്നു എന്ന് പറയാമെങ്കിലും ബ്രഹ്മാണ്ഡത്തിന്റെ, അതായത് സെലസ്റ്റിയൽ സ്ഫിയറിന്റെ മധ്യത്തിലുള്ള ഭൂമിയും ഒരു ഗോളമായിരിക്കണം എന്നായിരുന്നു ഒരു ന്യായം. ഒരു മുട്ട പോലുള്ള പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ മഞ്ഞക്കരു പോലെ ഭൂമി. അതല്ലാതെ ഗണിതശാസ്ത്രപരമായ തെളിവുകളും അവർ നിരത്തുന്നുണ്ട്. അരിസ്റ്റാർക്കസ് BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും ആപേക്ഷിക വലുപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ഗോളാകൃതിക്ക് അരിസ്റ്റോട്ടിൽ നിരത്തുന്ന കാരണങ്ങൾ പ്രസിദ്ധമാണ്. ഇപ്പോഴും സ്കൂളുകളിൽ അവ പഠിപ്പിക്കുന്നുമുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന മറ്റു രണ്ടു ആകാശഗോളങ്ങളായ സൂര്യനും ചന്ദ്രനും ഗോളങ്ങളാണ്. സ്വാഭാവികമായും ഭൂമിയും ഒരു ഗോളമാകാം. ചന്ദ്രഗ്രഹണം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് എന്ന് വിശ്വസനീയമായ അറിവുണ്ട്. ഗ്രഹണസമയത്ത് എല്ലായ്പ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലാണ് കാണുന്നത്. ഒരു ഗോളത്തിന്റെ നിഴൽ മാത്രമേ എല്ലായ്പ്പോഴും വൃത്താകൃതിയിൽ തന്നെ കാണപ്പെടൂ. ഉയരത്തിൽ നിന്നു നോക്കുമ്പോൾ കാഴ്ചമറിയാതെ കൂടുതൽ ദൂരേക്ക് കാണാൻ സാധിക്കുന്നു. ഭൂമി ഒരു ഗോളമാണെങ്കിലേ അത് സാധ്യമാകൂ. ദൂരെയുള്ള ഒരു കപ്പൽ അടുത്തുവരുമ്പോൾ അതിന്റെ കൊടിമരങ്ങളും മറ്റുമാണ് ആദ്യം കാണുന്നത്. തെക്കോട്ട് കടൽയാത്ര ചെയ്യുമ്പോൾ തെക്കുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ നേരത്തെ ഉദിക്കുന്നതായി കാണുന്നു. ക്രേറ്റസ് BC 250 തന്നെ ഭൂമിയുടെ ത്രിമാന മാതൃകയായ ഗ്ലോബ് ആദ്യമായി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ഗ്ലോബ് ഏതാണ്ട് ഇതുപോലിരിക്കും. ഏതാണ്ട് ആ കാലത്തു തന്നെ BC 250 തന്നെ ഇരാറ്റോസ്തനീസ് ഭൂഗോളത്തിന്റെ വലുപ്പം ഏറെക്കുറെ കൃത്യമായി അളക്കുകയും ചെയ്തിരുന്നു. കത്തോലിക്കാ സഭയുടെ ആദ്യകാല പണ്ഡിതരായ അഗസ്റ്റിൻ, സെയിന്റ് ജെറോം, അംബ്രോസ് മുതലായവർ ഭൂമി ഒരു ഗോളമാണ് എന്ന് ഒട്ടും മറയില്ലാതെ അംഗീകരിച്ചവരാണ്. പിൽക്കാല പണ്ഡിതരായ തോമസ് അക്വിനാസ്, റോജർ ബേക്കൺ, ആൽബർട്ടസ് മാഗ്നസ്, ഒരു ആർച്ച് ബിഷപ്പായിരുന്ന പിയറി ഡി അല്ലി തുടങ്ങിയവർക്കും ഭൂമി ഒരു ഗോളമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. അക്കാലത്തെ പ്രസിദ്ധരായ സാഹിത്യകാരന്മാരും ഭൂമിയുടെ ഗോളാകൃതി സൂചിപ്പിക്കുന്നുണ്ട്. ഡാന്റെ അദ്ദേഹത്തിന്റെ ഡിവൈൻ കോമഡിയിൽ അനേകം തവണ ഭൂമി ഒരു ഗോളമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചോസറുടെ കാന്റർബറി കഥകളിലും അത്തരമൊരു സൂചന കാണാം. മധ്യകാലം മുതൽക്കെങ്കിലും ക്രിസ്തുമതത്തിൽ ഗ്ലോബസ് ക്രൂസിജർ, അതായത് കുരിശോടുകൂടിയ ഗോളം എന്നൊരു ആശയമുണ്ട്. ലോകത്തിന്റെ അധികാരി എന്നാണ് അതിന്റെ അർത്ഥം. അപ്രകാരം ഇങ്ങനെ കുരിശോടുകൂടിയ ഗോളം കൈയിലേന്തിയ ക്രിസ്തുവിനെ സാൽവറ്റോർ മുണ്ടി, അതായത് ലോകത്തിന്റെ രക്ഷകൻ എന്ന് വിളിക്കും. 1500-ാം ആണ്ടിൽ ഡാവിഞ്ചി രചിച്ച സാൽവറ്റോർ മുണ്ടി എന്ന ചിത്രം നോക്കുക. യേശുവിന്റെ കയ്യിലുള്ള സ്ഫടിക ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് ഗലീലിയോക്കും കോപ്പർനിക്കസിനു മുൻപ് ആർക്കും അറിവില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഗലീലിയോ അന്നു ജനിച്ചിട്ടു തന്നെയില്ല. പഴയകാലത്തെ ആൽക്കമി പുസ്തകങ്ങളിലും ഭൂമിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടയാളം ഇങ്ങനെ ഗോളമോ കുരിശോടുകൂടിയ ഗോളമോ ആണ്. ഡച്ച് ചിത്രകാരനായ പീറ്റർ ബ്രൂഗൽ 1589 വരച്ച നെതർലാൻഡിലെ പഴംചൊല്ലുകൾ ചിത്രീകരിക്കുന്ന ഒരു പ്രസിദ്ധ ചിത്രമുണ്ട്. അതിൽ തലതിരിഞ്ഞ ഭൂമി എന്ന ആശയത്തെ കുരിശ് താഴോട്ടായ ഒരു ഗോളം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ലോകത്തിനു മേലെ കാഷ്ടിക്കുക, അതായത് എല്ലാറ്റിനെയും എതിർക്കുക എന്നർത്ഥം കാണിക്കുന്നത് ഭൂഗോളത്തിനു മുകളിലേക്ക് ഒരാൾ വിസർജിക്കുന്നത് ചിത്രീകരിച്ചുകൊണ്ടാണ്. ലോകത്തെ വിരൽത്തുമ്പിൽ കറക്കുക എന്ന പഴംചൊല്ല് സൂചിപ്പിക്കുന്ന ഒരു ഗ്ലോബും ചിത്രത്തിൽ കാണാം. ലോകം കീഴടക്കാൻ കുനിയേണ്ടി വരും എന്ന പഴംചൊല്ലിനും പരിശുദ്ധി അഭിനയിക്കുക എന്ന അർത്ഥത്തിൽ യേശുവിന് താടി പിടിപ്പിക്കുക എന്ന പഴംചൊല്ലിൽ യേശുവിന്റെ കയ്യിലും ഭൂഗോളം കാണാം. നമ്മുടെ ഗലീലിയോ അന്ന് ജനിച്ചിട്ടില്ല. കോപ്പർനിക്കസിന്റെ കാലത്തിനു മുൻപ് വാനശാസ്ത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമായിരുന്നു ജോഹന്നാസ് ഡി സാക്രോ ബോസ്കോ 1230 എഴുതിയ ഡി സ്ഫീറ മുണ്ടി, അഥവാ പ്രപഞ്ചഗോളത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പുസ്തകത്തിൽ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. കിഴക്കുദേശങ്ങളിൽ ഉള്ളവർക്ക് നക്ഷത്രങ്ങൾ നേരത്തെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രഗ്രഹണവും അവർക്ക് നേരത്തെയാണ്. വടക്കോട്ടു നീങ്ങും തോറും ഉത്തരധ്രുവത്തിനടുത്ത നക്ഷത്രങ്ങൾ അവിടത്തെ ആളുകൾക്ക് കൂടുതൽ കാണാൻ സാധിക്കും.
തെക്കുദേശങ്ങളിലുള്ളവർ വേറെ നക്ഷത്രങ്ങളാണ് കാണുക, ഉയരത്തിൽ കയറി നിന്നാൽ കൂടുതൽ ദൂരേക്ക് കാണാൻ സാധിക്കും എന്നിങ്ങനെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ നിരീക്ഷണങ്ങളാണ് ഭൂമി ഒരു ഗോളമാണ് എന്ന നിഗമനത്തിലെത്താൻ ഉപയോഗിക്കുന്നത്. കൂടാതെ ഒരു ഫിലോസഫിക്കൽ കാരണവും പറയുന്നുണ്ട്. ജലത്തിന്റെ സ്വാഭാവിക രൂപം ഗോളാകൃതിയിലാണ്. അതിനാൽ ജലത്താൽ പൊതിയപ്പെട്ട ഭൂമിയും ഗോളാകൃതിയാകണം. പ്രപഞ്ചമാതൃകയുമായി ഇരിക്കുന്ന ടോളമിയുടെ 1476 ഈ ചിത്രത്തിൽ ഭൂഗോളം വ്യക്തമായി കാണാം. ഒരു മതപണ്ഡിതനും ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല. പിന്നല്ലേ അതിനും ഒരു നൂറ്റാണ്ടിനു ശേഷം കോപ്പർനിക്കസിനോടും ഗലീലിയോയോടും ബ്രൂണോവിനോടും എതിർപ്പ് വരുന്നത്. ആ കാലഘട്ടത്തിലെ മറ്റൊരു പെയിന്റിംഗ് കൂടി കാണാം. ഹാൻസ് ഹോൾബിൻ ദയങ്കർ 1533 രചിച്ച ദ അംബാസിഡേഴ്സ്. അതിൽ ഒരു ഭൂഗോളം കാണാം. ഇത് അക്കാലത്തെ പ്രസിദ്ധ ഗ്ലോബ് നിർമ്മാതാക്കളിൽ ഒരാളായ ജോഹന്നാസ് ഷോണറുടെ ഗ്ലോബിന്റെ പകർപ്പാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഷോണറുടെ തന്നെ ഒരു പ്രപഞ്ചഗോളവും ചിത്രത്തിൽ കാണാം. അക്കാലത്ത് യൂറോപ്പിൽ കടൽയാത്രികർ നൽകുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മാപ്പുകളുടെയും ഗ്ലോബുകളുടെയും നിർമ്മാണം ഒരു പ്രൊഫഷനായി തന്നെ സ്വീകരിച്ചവർ ധാരാളമുണ്ടായിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, ചിത്രത്തിന്റെ വലതുവശത്തു കാണുന്ന ഡി സെൽവേ അംബാസിഡർ മാത്രമല്ല, ഒരു കത്തോലിക്കാ ബിഷപ്പ് കൂടിയായിരുന്നു. ഇവർക്കൊന്നും ഉരുണ്ട ഭൂമി ഒരു പ്രശ്നമല്ലായിരുന്നു. പിന്നെ യുക്തിവാദികൾ പോലും തെറ്റിദ്ധരിക്കുന്ന പോലെ ബൈബിളിൽ ഒരിടത്തും ഭൂമി പരന്നതാണ് എന്നൊന്നും പറയുന്നില്ല. സത്യത്തിൽ ഇസ്ലാമിന്റെ മുഹമ്മദ് ഒഴിച്ച് കാര്യമായി ആരും പച്ചയായി ഭൂമി പരന്നതാണ് എന്ന അബദ്ധം പറഞ്ഞിട്ടില്ല. അവിടെ പോലും അറേബ്യൻ പണ്ഡിതർക്ക് ഭൂമി ഒരു ഗോളമാണെന്ന ധാരണയുണ്ടായിരുന്നു. ബൈബിളിൽ കാണുന്ന ഭൂമിയുടെ 4 മൂലകൾ, ഭൂമിയുടെ അറ്റം തുടങ്ങിയ പ്രയോഗങ്ങൾ ഭൂമി പരന്നതാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നതുകൊണ്ടാണ് എന്ന് വ്യാഖ്യാനിച്ചാണ് ബൈബിൾ പരന്ന ഭൂമിയെക്കുറിച്ച് പറയുന്നു എന്ന് ആരോപിക്കുന്നത്. അതൊരു ദുർവ്യാഖ്യാനമാണ്. കാരണം അതൊക്കെ ഭൂമി ഗോളമാണെന്ന് പൂർണ്ണബോധ്യമുള്ളവരും ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങളാണ്. ചുരുക്കത്തിൽ ഭൂമി പരന്നിരിക്കണമെന്ന് മധ്യകാലത്തെ ജനങ്ങൾക്കോ കത്തോലിക്കാ സഭയ്ക്കു തന്നെയോ ഒരു നിർബന്ധവുമില്ലായിരുന്നു. അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമേ ആയിരുന്നില്ല. ഫ്ലാറ്റ് എർത്ത് വിശ്വാസം താരതമ്യേന പുതിയ ഒന്നാണ് എന്ന് പലർക്കും അറിയില്ല. 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിലെ ചില പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളാണ് ഇതിന്റെ പ്രചാരകർ. ബൈബിൾ വാച്യാർത്ഥവാദികളായ 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കയിലെ പ്രൊട്ടസ്റ്റന്റ് യാഥാസ്ഥികരുടെ അഭിപ്രായം മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലെ കത്തോലിക്കാ സഭയുടെ പിടിക്കു വച്ചുകെട്ടുന്നത് അല്പം പരിഹാസ്യമല്ലേ? സത്യത്തിൽ പല ബൈബിൾ ഭാഗങ്ങളും സിംബോളിക് ആണെന്നാണ് ആദ്യം മുതൽക്കു തന്നെ കത്തോലിക്കാ വിശ്വാസം. ക്രിസ്റ്റഫർ കൊളംബസ് 1492 യാത്ര തുടങ്ങുമ്പോൾ കത്തോലിക്കാ സഭയുടെ സ്വാധീനം മൂലം ഭൂമി പരന്നതാണെന്നായിരുന്നു അക്കാലത്തെ പൊതുവായ വിശ്വാസമെന്നും അതുമൂലം യാത്രയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടായെന്നൊക്കെ യുക്തിവാദികൾ അടിച്ചുവിടുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ കൊളംബസിന്റെ യാത്രയോട് അക്കാലത്തുണ്ടായതിരിപ്പ് ഭൂമി പരന്നതായിരുന്നതുകൊണ്ടല്ല, മറിച്ച് അത് കൊളംബസ് കരുതുന്നതിനേക്കാൾ വലിയൊരു ഗോളമാണ് എന്ന അഭിപ്രായമുള്ളതുകൊണ്ടായിരുന്നു. കൊളംബസ് ഉദ്ദേശിക്കുന്ന ചിലവിലോ സമയത്തോ ഇന്ത്യയിലെത്താനാവില്ല എന്നായിരുന്നു ഈ യാത്രയ്ക്ക് പണം മുടക്കേണ്ടവരുടെ വാദം. അത് സത്യവുമായിരുന്നു. അമേരിക്ക വഴിമുടക്കി കിടന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച കൊളംബസ് എവിടെയും എത്തുമായിരുന്നില്ല. ഈ കൊളംബസ് കഥ വാഷിംഗ്ടൺ ഇർവിംഗ് എന്ന അമേരിക്കൻ സാഹിത്യകാരൻ എഴുതിയ കൊളംബസിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം കെട്ടിച്ചമച്ചതാണ്. അതായത് 19-ാം നൂറ്റാണ്ടിലെ സൃഷ്ടി. അക്കാലത്തെ അമേരിക്കയിലെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിരുന്ന ഈ വിട്ടിക്കത്ത് കത്തോലിക്കാ സഭയുടേതാണ് എന്ന മിത്ത് ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. കൊളംബസ് യാത്ര തുടങ്ങുന്ന വർഷം, അതായത് 1492 നിർമ്മിക്കപ്പെട്ട ഒരു ഗ്ലോബാണ് ഈ കാണുന്നത്. ആ കാലത്ത് പാവം കൊളംബസിന് മാത്രമാണ് ഭൂമി ഒരു ഗോളമാണ് എന്ന അറിവുണ്ടായിരുന്നത് എന്ന കഥ പൊളിക്കാൻ മാർട്ടിൻ ബെഹിം എന്ന ഗ്ലോബ് നിർമ്മാതാവിന്റെ എർഡാഫെൽ എന്നറിയപ്പെടുന്ന ഈ ഗ്ലോബ് മാത്രം മതിയാകുന്നതാണ്. ബെഹിം ഈ ഗ്ലോബ് ഉണ്ടാക്കുന്നത് തന്നെ പോപ്പ് സിക്സ്റ്റസ് നാലാമന്റെ ആശയസാക്ഷാത്കാരം എന്ന നിലക്കാണ് എന്നതും പ്രത്യേകം പ്രസ്താവ്യമാണ്. ആ കാലഘട്ടത്തിലെ തന്നെ വേറെയും ഗ്ലോബുകളുണ്ട്. 1504 ഒറ്റകക്ഷിയുടെ മുട്ടയിൽ കൊത്തിയെടുത്ത ഈ ഗ്ലോബ് ഡാവിഞ്ചി നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. അതേ കാലത്തു തന്നെ നിർമ്മിച്ച അതിന്റെ ഒരു പകർപ്പ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ചെമ്പിൽ നിർമ്മിച്ച ഹണ്ടൽ ലിനോക്സ് എന്നൊരു ഗ്ലോബും നിലവിലുണ്ട്. അത്രയും തന്നെ പഴക്കം കണക്കാക്കുന്ന വേറൊരു ഗ്ലോബുമുണ്ട്, ഗ്ലോബസ് ജഗല്ലോണിക്കസ്. ഈ ഗ്ലോബ് നിർമ്മാതാക്കളെയൊന്നും പീഡിപ്പിച്ചതായി കേട്ടിട്ടില്ല. ഇതിനേക്കാൾ കഷ്ടം പിന്നെയും 20 വർഷം കഴിഞ്ഞ് 1522 മെഗല്ലൻ ഭൂമി ചുറ്റി സഞ്ചരിക്കുന്നതുവരെ ഈ കത്തോലിക്കാസ കാരണം ജനങ്ങളെല്ലാം ഈ വിഷയത്തിൽ അജ്ഞരായിരുന്നു എന്നു ചില യുക്തിവാദികൾ പോലും വാദിക്കുന്നതാണ്. മെഗല്ലന്റേത് എന്നാരോപിക്കപ്പെടുന്ന ഈ ഉദ്ധരണി ഇന്റർനെറ്റിലൊക്കെ പറന്നു നടക്കുന്നത് പലരും കണ്ടിരിക്കും. എന്നാൽ മെഗല്ലൻ ഇങ്ങനെ പറഞ്ഞതിന് ഒരു തെളിവുമില്ല. മെഗല്ലൻ ഇങ്ങനെ പറഞ്ഞതായി ആദ്യമായി അവകാശപ്പെടുന്നത് 1873 ഇംഗർസോളാണ്. കൂട്ടത്തിൽ രസകരമായ ഒരു വിവരം, മെഗല്ലൻ ഭൂമി ചുറ്റുന്നതിനൊക്കെ വളരെ മുൻപ് മലബാറിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരിലും കൊച്ചിയിലും കുറെ കാലം തങ്ങിയിട്ടുമുണ്ട്. ഉരുണ്ട ഭൂമിയുടെ മാപ്പില്ലാതെ അദ്ദേഹം ഇവിടെയൊന്നും എത്തുമായിരുന്നില്ല. ഇനി നമുക്ക് മധ്യകാല കേരളത്തിലേക്ക് വരാം. ഇറ്റലിക്കാരനായ ഒരു ഫാദർ ഫെനിസിയോ 1584 മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ കേരളത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഗലീലിയോയുടെ നാട്ടുകാരനും സമകാലികനുമായിരുന്ന അദ്ദേഹം നന്നായി മലയാളം സംസാരിക്കുമായിരുന്നു.
1600 ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം അന്നത്തെ സാമൂതിരിയുടെ ഇഷ്ടക്കാരനായി കോഴിക്കോട്ട് താമസിച്ചിരുന്നു. 1602 ഫാദർ ഫെനിസിയോ സാമൂതിരിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സദസ്യർക്ക് ഭൂഗോളത്തെ പരിചയപ്പെടുത്തിയ കാര്യം വിവരിക്കുന്നുണ്ട്. അതായത് ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന് പറഞ്ഞതിന് ബ്രൂണോയെ കത്തോലിക്കാ സഭ വധിച്ചു എന്നാരോപിക്കപ്പെടുന്നതിന് വെറും 2 വർഷത്തിനു ശേഷം നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ വിവരണത്തിന്റെ എന്റെ മലയാള വിവർത്തനം: ഞാൻ രാജാവിന്റെ സാന്നിധ്യത്തിൽ അവർക്ക് പ്രപഞ്ചഗോളം കാണിച്ചു കൊടുത്തു. ഗോളങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടുന്ന സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരപഥത്തെക്കുറിച്ചും ഗ്രഹങ്ങൾ സ്ഥിരമായി സ്ഥിരതയില്ലാതെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചും ഞാൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ധ്രുവങ്ങളോടെടുക്കുമ്പോൾ രാവും പകലും വ്യത്യാസപ്പെടുന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു. ഭൂഗോളത്തിന്റെ ഒരു മാതൃക മിനുസമുള്ള കടലാസുകൊണ്ട് പൊതിഞ്ഞ് അതിൽ ഇന്ത്യയിലെ കോഴിക്കോട്, മെക്ക, പോർട്ടുഗൽ തുടങ്ങിയ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ഞാനിത് വിശദീകരിക്കുമ്പോൾ ബ്രാഹ്മണടക്കം ധാരാളം പേർ സന്നിധരായിരുന്നു. കണ്ടല്ലോ, ഭൂമി ഒരു ഗോളമാണ് എന്നത് അന്നത്തെ സാമാന്യജ്ഞാനമായിരുന്നു. ദൂരത്തേക്ക് കടൽയാത്ര ചെയ്യാത്ത നമുക്ക് അത് അറിയില്ലായിരുന്നു എന്നു മാത്രം. കോഴിക്കോട്ടുള്ള അന്നത്തെ ഒരു സാധാ ക്രിസ്തുമത സുവിശേഷകന് പോലും അറിയുന്ന കാര്യമായിരുന്നു കത്തോലിക്കാ സഭ കഠിനമായി എതിർത്തിരുന്നു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന ഭൂമിയുടെ ഗോളാകൃതി. സെലസ്റ്റിയൽ ഗ്ലോബ് അഥവാ ബ്രഹ്മാണ്ഡം, പ്രപഞ്ചം ഗോളാകൃതിയിലാണ് എന്ന സങ്കല്പം നമുക്ക് അറിയാമായിരുന്നു എന്ന് പാതിരി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന കാര്യം നമ്മുടെ ഫാദർ ഫെനിസിയോക്കും അറിയില്ല. സൂര്യൻ ഭൂമിക്കു ചുറ്റും കറങ്ങുകയാണ് എന്നു തന്നെയാണ് ഫാദർ ഫെനിസിയോയും കരുതുന്നത്. അക്കാലത്ത് കോപ്പർനിക്കസ് ഒരു അഭിപ്രായം എന്ന നിലയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഗലീലിയോ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. 1609 അദ്ദേഹം സൂര്യകേന്ദ്ര സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പറഞ്ഞുവരുന്നത് എന്തെന്നാൽ ഗോളാകൃതിയിലുള്ള ഭൂമി ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച സംഗതിയല്ല. സഭ ഈ പീഡനം നടത്തി എന്ന് പറയപ്പെടുന്ന കാലത്തും സഭ പരന്ന ഭൂമിയുമായി നടന്നിട്ടില്ല എന്നു മാത്രമല്ല, പുരോഹിതർ തന്നെ ഗോളാകൃതിയിലുള്ള ഭൂമിയെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു.